നമസ്കാരം. നക്ഷത്രങ്ങൾ 3 തരമുണ്ട്. 3 വിഭാഗമായി തിരിച്ചിരിക്കുന്നു. അതിൽ ആദ്യത്തേത് സൃഷ്ടി, രണ്ടാമത്തേത് സ്ഥിതി, മൂന്നാമത്തേത് സംഹാര നക്ഷത്രങ്ങൾ എന്നിവയാണ് നക്ഷത്രങ്ങളിലെ 3 തരം. ഇതിൽ സംഹാര നക്ഷത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. സംഹാര നക്ഷത്രങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട നക്ഷത്രങ്ങൾ അഥവാ സംഹാര നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക, ഉത്രം, ഉത്രാടം, ആയില്യം, ചോതി, ചതയം, രേവതി, തിരുവാതിര, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ചില സ്വഭാവ സവിശേഷതകളുണ്ട്. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം. നിങ്ങളുടെ വീടുകളിൽ ഈ നക്ഷത്രക്കാരുണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. പൊതുവെ സംഹാര നക്ഷത്രങ്ങളിൽ ജനിക്കുന്നവരാണ് എങ്കിൽ ആ വ്യക്തികൾക്ക് ആരോടെങ്കിലും വിരോധം, ദേഷ്യം തോന്നുകയാണ് എങ്കിൽ ആ ദേഷ്യം ജീവിതകാലം മുഴുവൻ അവർ തുടരുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആ വിരോധം ഇവരുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും, അഥവാ ഉള്ളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് കൂടാതെ മറ്റ് ചില പ്രത്യേകതകളും ഈ നക്ഷത്രക്കാർക്ക് സംഹാര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്കുണ്ടാകും. അതിൽ പ്രധാനമായും പറയുവാൻ സാധിക്കുന്നത് ഇവർ ആത്മാഭിമാനികളാണ് എന്ന കാര്യം തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന് വളരെ വലിയ വില കൽപ്പിക്കുന്നവർ തന്നെയാണ് പൊതുവെ സംഹാര നക്ഷത്രത്തിൽ ഉള്ളവർ. കൂടാതെ ഉറച്ച ഇച്ഛാശക്തിയുള്ളവരാണ് എന്നതും ഇവരുടെ പ്രത്യേകത തന്നെയാകുന്നു. അതിനാൽ തന്നെ ഇവരുമായി ബന്ധപ്പെട്ട് ഇവരുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന സന്ദർഭമുണ്ട് എങ്കിൽ ഇവർ പരുഷമായി തന്നെ പെരുമാറും, അത്തരത്തിൽ സംസാരിക്കുക തന്നെ ചെയ്യും. ഇതിനാൽ തന്നെ ശത്രുക്കൾ ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും മനസ്സിലാക്കുക. അതിനാൽ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ് തന്നെയാണ്. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന വ്യക്തികൾ എന്നും ജീവിതത്തിൽ വിജയങ്ങൾ നേടുന്നവരാണ്. എന്നാൽ ഇവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാനുള്ളത്, ഏതെങ്കിലും കാര്യം കേട്ട മാത്രയിൽ തന്നെ അല്ലെങ്കിൽ കേട്ട ഉടനെ തന്നെ തീരുമാനം എടുക്കുന്നവരല്ല ഇവർ എന്ന് തന്നെ പറയാം. മറിച്ച് വളരെയധികം അതേക്കുറിച്ച് ആലോചിക്കും, അതേക്കുറിച്ച് ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവരാണ് പൊതുവെ സംഹാര നക്ഷത്രത്തിലുള്ളവർ. 2 തവണയെങ്കിലും ആദ്യം ഇവർ ആലോചിക്കും, അതിനുശേഷം മാത്രമേ അത് ഏത് പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിൽ പോലും തീരുമാനങ്ങൾ കൈക്കൊള്ളൂ. എന്നാൽ എടുത്ത തീരുമാനമാണ് എങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഇനി അഥവാ എന്തെങ്കിലും മണ്ടത്തരമാണ് എങ്കിൽ പോലും തിക്താനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതുമാണ്. അതിനാൽ പലപ്പോഴും ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നവരാണ് സംഹാര നക്ഷത്രത്തിൽ ഉള്ളവർ എന്ന് തന്നെ നിസ്സംശയം പറയാം. സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഏറെ ആത്മാർത്ഥത ഉള്ളവരും അതേപോലെ തന്നെ സ്നേഹം ഉള്ളവരുമാണ് പൊതുവെ സംഹാര നക്ഷത്രത്തിലുള്ള വ്യക്തികൾ. ഇവർ അഹങ്കാരികളാണ് എന്ന് ചിലർക്ക് ചില സമയം തോന്നുന്നതാകുന്നു. എന്നാൽ അത് തെറ്റിദ്ധാരണയാണ് എന്ന് പിന്നീട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതല്ല എങ്കിൽ അതിൽ വാസ്തവമില്ല എന്ന കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് എങ്കിൽ അത് മുഖത്ത് നോക്കി പറയും എന്നത് ഇവരുടെ ഒരു പ്രത്യേകതയാകുന്നു. ഇതിനാൽ സൗഹൃദങ്ങൾ നഷ്ടപ്പെടാം, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഇവർക്ക് വന്നു ചേരാം. ഇതിനാൽ തന്നെ വളരെ അപൂർവമായ സൗഹൃദങ്ങളെ ദീർഘകാലം ഇവർക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുമോ എന്ന കാര്യവും ഓർക്കുക. ഇവർ മറ്റുള്ളവർക്ക് ഏറെ സഹായങ്ങൾ നൽകുന്നവർ തന്നെയാകുന്നു. എന്നാൽ തിരിച്ച് അത് ലഭിക്കുകയുമില്ല. അത് ഇവരുടെ ഒരു പ്രശ്നം തന്നെയാകുന്നു. ജീവിതത്തിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുകയും അതുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ ജീവിതത്തിലേക്ക് പ്രതിഫലിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. ഇത് ജീവിതത്തിൽ ഉടനീളം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാകുന്നു.
ഇവരുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കഠിനാധ്വാനികളാണ് എന്ന കാര്യമാകുന്നു. ഇവർക്കാകുന്ന സഹായങ്ങൾ അതെല്ലാം തന്നെ ഇവർ ചെയ്യുന്നവരാകുന്നു. ബന്ധുജനങ്ങൾ എന്നാൽ ഇത്തരം കാര്യങ്ങൾ ഓർമ്മിച്ച് വയ്ക്കണം എന്നില്ല. അതായത് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ഓർക്കണം എന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ തന്നെയാണ് ഇവർ. അതിനുവേണ്ടി ഏത് അത്യം വരെയും പോകും എന്ന കാര്യവും നിസ്സംശയം പറയാം. ഏത് മത്സരങ്ങളിലും ഇവർ വിജയിക്കുന്നതാകുന്നു. അതിനുള്ള വഴികൾ ഇവർക്ക് മുൻപിൽ തെളിയുന്നതാണ്. ഇത് ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗ്യം തന്നെയാണ്, അഥവാ ഭാഗമാണ് എന്ന് തന്നെ പറയാം. ഏത് വിജയവും നേടിയെടുക്കുവാൻ ഇവർക്ക് പ്രത്യേകമായ കഴിവ് തന്നെയാണ് ഉള്ളത്. എന്നാൽ പരാജയപ്പെടുകയാണ് എങ്കിൽ ഇതേക്കുറിച്ച് ഇവർ ചിന്തിക്കാറുമില്ല. അത് ജീവിതത്തിന്റെ ഭാഗം എന്ന രീതിയിൽ ഇവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പ്രണയവിവാഹമാണ് ഇവർക്ക് കൂടുതലും വന്നു ചേരുക. എന്നാൽ വിവാഹ ജീവിതത്തിൽ പാളിച്ചകൾ വന്നു ചേരാം. പല പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യാം. ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അംഗീകരിക്കാൻ ഇഷ്ടമില്ല എന്നവർ തന്നെയാണ് ഇവർ. അതുമായി ബന്ധപ്പെട്ട് ഇവർ മുന്നോട്ട് പോകുന്നവരുമല്ല. അപ്രിയ സത്യങ്ങൾ പറയുന്നത് തന്നെയാണ് ഇവരുടെ പല പ്രശ്നങ്ങളും. എന്നാൽ അത് പലപ്പോഴായി ഇവർ പറയുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ടും ഇവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു ചേരാം. പലപ്പോഴും ഒന്നിൽ കൂടുതൽ പ്രണയങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവർ തന്നെയാണ് സംഹാര നക്ഷത്രത്തിൽ പെടുന്നവർ. ഇത് സംഹാര നക്ഷത്രത്തിലുള്ള വ്യക്തികൾക്ക് വന്നു ചേരുന്ന ഒരു കാര്യം തന്നെയാകുന്നു. പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതൽ തന്നെയാണ് ഇവർക്ക്. ധൈര്യമുള്ളവരും എന്ത് കാര്യത്തെയും ധൈര്യത്തോടെ തന്നെ നേരിടുവാൻ പ്രത്യേകമായ കഴിവ് സംഹാര നക്ഷത്രത്തിലുള്ള വ്യക്തികൾക്കുണ്ട്. എന്നാൽ ചിലപ്പോൾ ചില അവസരങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഇവർക്ക് വന്നു ചേരും. അത് പ്രധാനമായും സംഭവിക്കുക നിസാര കാര്യങ്ങളാണ് എങ്കിൽ പോലും ഇവരെ അത് തളർത്തിക്കളയും. കാര്യങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുവാൻ സാധിക്കും എന്ന ചിന്ത ഇവർക്കുണ്ട്. മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ചില കാര്യങ്ങൾ ഇവരെ പെട്ടെന്ന് തന്നെ തകർത്ത് കളയും. എന്നാൽ പുറമേ നിന്ന് നോക്കുകയാണ് എങ്കിൽ തന്റേടികളാണ് ഇവർ എന്ന് തോന്നും. ആ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന് തോന്നും. എന്നാൽ മറ്റുള്ളവർക്ക് മുൻപിൽ ചില അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർക്ക് വന്നു ചേരാം. മറ്റൊരു കാര്യം, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരാം. ചില പ്രശ്നങ്ങൾ അത് അപ്പോൾ തന്നെ അവസാനിക്കും, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവസാനിക്കും. എന്നാൽ സംഹാര നക്ഷത്രത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ മാത്രമേ ഇവരോട് പെരുമാറുവാൻ പാടൂ. അതല്ല എങ്കിൽ ഇരു കൂട്ടർക്കും അത് ദോഷമായി ഭവിക്കും. സംഹാര നക്ഷത്രത്തിൽ ഉള്ള ഒരു നക്ഷത്രത്തിലുള്ള വ്യക്തിക്ക് ആരോടെയെങ്കിലും വിരോധം തോന്നുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ അത് പ്രശ്നം തന്നെയായി മാറും. ആ വിരോധം ജീവിതകാലം മുഴുവൻ അവരോടുള്ള അടുപ്പം കാണിക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരാണ് ഇവർ. പിന്നീട് അടുപ്പം കുറയും, അല്ലെങ്കിൽ ആ വിരോധം മനസ്സിൽ സൂക്ഷിക്കുന്നതിനാൽ അടുപ്പം വയ്ക്കുവാൻ തോന്നില്ല എന്ന് തന്നെ പറയാം. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് എങ്കിൽ അത് ആര് തന്നെ പറഞ്ഞാലും അത് അംഗീകരിക്കണം എന്നില്ല. ഇവർ അത് അംഗീകരിച്ച് കൊടുക്കുന്നതല്ല. മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന തരക്കാർ തന്നെയാണ് പൊതുവെ സംഹാര നക്ഷത്രത്തിലുള്ള വ്യക്തികൾ. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പൊതുവെ ഉയർച്ച നേടുവാൻ സാധിക്കുന്നവരാണ് ഇവർ എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. സ്വഭാവ സവിശേഷതകൾ കൊണ്ട് തന്നെ ശത്രുക്കൾ ജീവിതത്തിൽ വന്നു ചേരും. ധാരാളമായി ശത്രുക്കൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. അത് സത്യം നിങ്ങൾ തുറന്നു പറയുന്നതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. അതിനാൽ തന്നെ ശത്രുക്കൾ വർദ്ധിക്കാം. അത് നിങ്ങൾ നേരിടേണ്ടത് തന്നെയാണ്. കൂടാതെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ വരും എങ്കിലും അത് തരണം ചെയ്ത് ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് പൊതുവെ സംഹാര നക്ഷത്രക്കാർ. സംഹാര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പൊതുവെ പരാമർശിക്കാനായിട്ടുള്ളത്.